ഗൈസ്, ഇപ്പം നമ്മൾ തൃശ്ശൂർ രാഗത്തു നിന്നാണ് തഗ് ലൈഫ് മൂവി കാണുന്നത്. 3 ലെജൻസ്, ഉലകനായകൻ കമലഹാസൻ, മണിരത്നം. ലാസ്റ്റ് ചെയ്ത പടം ചെയ്തത് മണിരത്നം പൊന്നീർ സെൽവം അല്ലേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. വേറെ പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. മ്യൂസിക് താര രാജാവ് AR റഹ്മാൻ. ഇവരെ പേര് എഴുതി കാണിച്ചിട്ട് തന്നെയാണ് പടം തുടങ്ങുന്നത്. ഈ 3 ലെജൻസിൻ്റെ. ഇപ്പോൾ തഗ് ലൈഫ് നമ്മൾ പടത്തിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ നമുക്ക് കണ്ടപ്പോൾ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനോട് കുറച്ച് മാറ്റങ്ങൾ വെച്ച് നിർത്തി കഴിഞ്ഞാൽ പടം നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിരുന്നു. അതൊക്കെ തന്നെയാണ് പടം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വലിയ പ്രതീക്ഷയിൽ പോയിട്ട് വലിയ ലെജൻസ് ഉള്ള ഒരുപാട് വലിയ ക്രൂസുള്ള പടത്തിന് പോയിട്ട് നമുക്കൊരു ഏവറേജ് പടം കിട്ടിയാലും ഏവറേജ് എക്സ്പീരിയൻസ് കിട്ടി നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ പടം അത്ര പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. ഒരുപാട് നല്ല മൂമെൻറ്റ്സുകളുണ്ട്, ഒരുപാട് നല്ല സ്റ്റിൽസുകളുണ്ട്, ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. 1-2 പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻസ്, പിന്നെ മ്യൂസിക്, BGM വേറെ ലെവൽ. ലെജൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾ AR റഹ്മാൻ്റെ പേര് എടുത്തു പറയണം. ആളുടെ BGM പടത്തിൽ അതിഗംഭീരമാണ്. ആളുടെ BGM ആണ് ഈ പടം. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകാവസ്ഥയാണ്. കാരണം BGM സ്കോറുകൾ മാക്സിമം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് കമലഹാസൻ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് പറയാതെ എനിക്ക് വരാം. പെർഫോമൻസിൽ ഇതിൽ ചെയ്തിട്ടുള്ള എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 95-98 കാലഘട്ടങ്ങളിൽ പടം കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം കാണുന്നത്. നമ്മൾ ഈ പടം ഹിറ്റാണ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഫിലിം കണ്ടു തുടങ്ങിയ കാലഘട്ടം മുതൽ ഉള്ള പടത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്റ്റായി. യോധ, കോയല എന്നുള്ളൊരു ഷാരൂഖ് ഖാൻ മൂവി, തമിഴ് മൂവീസിന് ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ ഏതെങ്കിലും കൊക്കയിൽ വീണ് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ നേപ്പാളാണ്. ഏതെങ്കിലും കൊക്കയിൽ വീണ് കഴിഞ്ഞാൽ ഇടയിൽ വന്നിട്ട് രക്ഷിക്കുന്ന കുറച്ച് ആദിവാസികൾ അല്ലെങ്കിൽ മൂപ്പന്മാരൊക്കെ ഉണ്ട്. അതുപോലെ 1-2 സീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പഴയ പടങ്ങളിൽ ചില സീനുകൾ ക്ലൈമാക്സിൽ കണക്റ്റ് ആവുന്ന കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ സത്യൻ, പ്രേം നസീർ അങ്ങനത്തെ അവരൊക്കെ ആൾക്കാരൊക്കെ ക്ലൈമാക്സിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണക്റ്റ് ആവുന്ന ഒരുപാട് സീനുകൾ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഭയങ്കരമായിട്ട് തോന്നി. പടം തുടങ്ങുന്നത് 94 കാലഘട്ടങ്ങളിലാണ്. ആ 94 കാലഘട്ടത്തിലൊരു ഇൻസിഡൻറ്റ് നടക്കുകയാണ്, ഒരു അറ്റാക്ക്. ആ അറ്റാക്കിൽ കാണിച്ചുള്ളത് ഒരു 15 മിനിറ്റ് വരെ കിടുവാണ്. ആ പടം തുടങ്ങിയ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് വേറെ ലെവൽ സാധനം, ഇത് ലെജൻസ് അല്ല ഒരുമിച്ചുള്ളതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇവരൊക്കെ ഡോണുകളാണ്, വലിയ ടീമാണ്. അതിൽ സ്വന്തം ചേട്ടനും മകനും അനിയനും പുത്രനൊക്കെ തമ്മിൽ അലമ്പാണ്. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളിലൂടെ ഈ പടം ഈ സ്റ്റാർട്ടിങ് കാണിച്ച ഈ മെയിൻ സംഭവമാണ് പടത്തിൻ്റെ മീൻസ്. അതിൽ ഡെവലപ്പ് ചെയ്യേണ്ട കഥയായിരുന്നു ശരിക്കും. അതിനെക്കുറിച്ചൊന്നും കാണിക്കാതെ ഈ പടം ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതിനിടയ്ക്ക് കുറേ നല്ല നല്ല മൊമെൻറ്റ്സുകൾ വരുന്നു. പടം ഇടയ്ക്കൊന്ന് കയറിപ്പോകും, പിന്നെ ഇടയ്ക്ക് താഴേക്ക് വരുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. പടത്തിൽ എടുത്തു പറയേണ്ടതിൽ ടെക്നിക്കൽ ടീമാണ്. ടെക്നിക്കലി അടിപൊളിയാണ്, അത് എടുത്ത് പറയണം. എഡിറ്റർ ശ്രീകാർ പ്രസാദ് ചേട്ടാ 2.25 മണിക്കൂർ പടമുണ്ട്. എൻ്റെ ആവശ്യമുണ്ട്. ഒന്നെങ്കിലേ ക്ലീശ സാധനം കടിച്ചിരിക്കുമ്പോൾ അത് വളരെ ശോകമായിട്ട് എനിക്ക് തോന്നി. ഒരു 2 മണിക്കൂർ 10 മിനിറ്റിലൊക്കെ ഒതുക്കാമായിരുന്നില്ലേ? രവി സി ചന്ദ്രൻ സിനിമാറ്റോഗ്രാഫർ അടിപൊളിയാണ്. പടത്തിലെ എടുത്തു പറയേണ്ട മെയിൻ സാധനമാണ്. ഇതിൽ നേപ്പാളൊക്കെ കാണിച്ചിട്ടുണ്ട്, കുറേ ലൊക്കേഷൻസ് കാണിച്ചിട്ട് എന്ത് രസമാണെന്ന് അറിയാം. നമ്മൾ അവിടെ പോയൊരു ഫീല് കിട്ടും. അതുകൊണ്ടൊക്കെ കാശ് മുതൽ 150 റുപ്യ കൊടുത്തപ്പോൾ 150 പോയില്ല, 100 കിട്ടിയ ഫീലൊക്കെ ഇല്ലേ അതുപോലെ. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക് അത് വേറെ ലെവൽ തന്നെ നടന്നു. ഒരു രക്ഷയിലാണ്ട് ചെയ്യുന്നത്. ഇതിന് കഥ എഴുതിയുള്ളത് ഏറ്റവും വലിയ സംഭവം നമ്മുടെ കമലഹാസനും അതുപോലെ തന്നെ മണിരത്നം സാറും കൂടിയിട്ടാട്ടോ. 2 ലെജൻസ് കൂടി എഴുതിയുള്ള കഥയാണ്. ഒരു പഴയ കാര്യങ്ങൾക്ക് ആലോചിച്ച് ഇങ്ങനെ എഴുതിയതാവും ചിലപ്പോൾ. അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈനർ ഷിമാസ് റോയ്, കോസ്റ്റ്യൂം ഡിസൈനർ ഇക്കൽഹാനിൽ തൃശ്ശേരൊക്കെ കോസ്റ്റ്യൂം ഉണ്ട്, കിടു ലുക്ക്. അപ്പോൾ പടത്തിന് നമ്മുടെ നായകനായിട്ട് വരുന്ന കമലഹാസനാണ്. രംഗനാരായ ശക്തിവേൽ നായകൻ, അവിടെ മെയിൻ നായകൻ. സിലംബരാശൻ വരുന്നുണ്ട്. സിലംബരാശൻ കുഴപ്പമില്ലാത്ത ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പടത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഫൈറ്റ് സീനുകളൊക്കെ എനിക്ക് രസമായി. ഈ പടത്തിൽ എന്തിനാണ് ഞാൻ തൃശ്ശേനെ കൊണ്ടുവന്ന് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. ഒരു ഡോണൊക്കെ ആകുമ്പോൾ ഒരു വൈഫല്ലാണ്ട് ഒരു വേറെ സെറ്റപ്പൊക്കെ ഉണ്ടാവും. ആ ലെവലിലാണെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ആൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു, അതിങ്ങനെ കണ്ടിരിക്കാമായിരുന്നു. അശോക് സെൽവം അതും ഇയാൾ നന്നായി ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇയാൾ എന്തിനാ കൊണ്ടുവന്നത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇയാളിങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട്. രണ്ട് ടീമുകളും തമ്മിൽ തല്ലിച്ചാവട്ടെ, പോലീസുകാരെ കുബുദ്ധി കാര്യങ്ങളൊക്കെ അതിൽ വർക്കൗട്ട് ആവാൻ നോക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷെ ആള് ചെയ്തിട്ടുണ്ട്. ആൾക്ക് കൊടുത്തല്ലേ, എനിക്ക് തന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. ഈ പടത്തിൻ്റെ ആദ്യം നടക്കുന്ന സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ പടം ആ സംഭവം ക്ലൈമാക്സിലാണ് അതിൽ കണക്ഷൻ വരുന്നത്. വരുന്ന ആൾ നന്നായി പൊരുതുന്നുണ്ട്. കരച്ചിലൊക്കെ നല്ല രീതിയിൽ വരും. പക്ഷെ നമുക്ക് ചിരി വരും. കാരണം ആ ലെവലിൽ അതാക്കി വെച്ചേക്കുക ആ സീൻ, ക്ലൈമാക്സ് സീൻ. ഇയാൾ പറയും ഐശ്വര്യലക്ഷ്മി തകർത്ത് കരഞ്ഞ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും അത് ഫീൽ ചെയ്യുന്നു. കാരണം കമലഹാസൻ കരയുമ്പോൾ അവിടെ ചിരിക്കുന്നുണ്ട്. ഈ ഐശ്വര്യലക്ഷ്മി കരയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ നന്നായി നമുക്ക് ആ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. പക്ഷെ ആ സീനിന് മാച്ചായില്ല. അപ്പോൾ അത് തന്നെ പറയാം. അഭിരാമി ഗോപകുമാർ കിഡു പെർഫോമൻസ്. അഭിരാമി കമലഹാസന് കൂടി മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. പേരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മറ്റേ പോത്ത് മറ്റേ റിലേറ്റഡ് ആയിട്ട് തമിഴ്നാട്ടിൽ പേര് ഓർമ്മയില്ല. അടിപൊളി അഭിനയമായിരുന്നു ആ പടത്തിൽ. അവർ രണ്ടുപേരും ഭയങ്കര രസമാണ്. ഭയങ്കര വിമർശനമാകുന്ന പടമായിരുന്നു. ആ പടത്തിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നിട്ട് അതിൻ്റെ തുമ്പത്തുണ്ട് അത് നാസർ ആസ് യൂഷ്വൽ. നാസറിൻ്റെ പടങ്ങൾ ഞാൻ ഈ ആൾ ചെയ്ത ഈ റോൾ ഒരുപാട് പടങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആൾ അതിന് വേണ്ടി ജനിച്ച ഒരാളെന്ന് പോലെ തോന്നി. ജോജി ജോർജ് ആൾക്ക് കിട്ടിയ സാധനം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആളൊരു 1-2 സാഗ് കിട്ടുന്നൊരു സാധനം വന്നു. കാർന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്ത് പോകുന്ന സീനുണ്ട്. നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടിട്ടോ. അത് കിഡു പടം. ഇതൊക്കെയാണ് ഇതിലുള്ള നമ്മുടെ ആക്ടേഴ്സ്. ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ കഥ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിരത്നം ഒരുപാട് പടങ്ങളുടെ റെഫറൻസുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പടം തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നിരാശയാണ് തോന്നിയത്. ഇൻ്റർവെല്ലിൽ വരെ ഇങ്ങനെ പോകുന്നുണ്ട് പടം. ഇൻ്റർവെല്ലിൽ നല്ല ഹൈ മൊമെൻറ്റ്സ് കൊടുത്ത് നിർത്തുന്ന നല്ല മൊമെൻറ്റ് ഒരു ഹൈ ആയിട്ട് പോയിട്ട് നിർത്തുന്നുണ്ട്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും ശോകം അവസ്ഥയിലേക്കാണ് പടം വരുന്നത്. ഇതിൽ പെർഫോമൻസുകളുണ്ട്, അതുപോലെ തന്നെ നല്ല BGM ഉണ്ട്, അതുപോലെ തന്നെ നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ ടെക്നിക്കലി അവർ അഴിഞ്ഞാടിയിട്ടുണ്ട്. ബാക്കി കഥയില്ല എന്ന് പറയില്ല. നമ്മൾ ഈ 95-96 കാലഘട്ടങ്ങളിലാണ് ഈ പടം കാണുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടാം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ പടം കണ്ടത് ചിലപ്പോൾ വേറെ അഭിപ്രായമായിരിക്കും. പടം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബൈ.